ഈ വെടിനിർത്തൽ കരാർ ലംഘനം നടന്നിട്ടുണ്ട്. പാകിസ്ഥാന്റെ കരാർ ലംഘനം നടന്നിട്ടുണ്ട്. നമ്മളിവിടെ ചർച്ച ചെയ്ത് വരികയായിരുന്നു. പാകിസ്ഥാനാണ് വിശ്വസിക്കാൻ പറ്റുകയില്ല. നേരത്തെയും പല കരാറുകളും ഉള്ളപ്പോഴും പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘനം നടത്തിയിട്ടുണ്ട് എന്ന്. ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് വീണ്ടും സീസ് ഫയർ ലംഘനം, വെടിനിർത്തൽ കരാർ ലംഘനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. പല സ്ഥലങ്ങളിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അഖിനൂർ, പൂഞ്ച് മേഖലകളിൽ കരാർ ലംഘനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. ഇന്നലെ ഏതാണ്ട് ഇതേ സമയത്ത് തന്നെയാണ് പാകിസ്ഥാൻ ഡ്രോണുകൾ പറത്തിയത്. ഇപ്പോൾ സീസ് ഫയർ ബ്രോക്കൺ എന്ന രീതിയിൽ ആർട്ടിലറി എക്സ്ചേഞ്ച് ഉണ്ടായിട്ടുണ്ട് എന്ന രീതിയിലുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മനു ഭരത് ചേരുന്നു. മനു, എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? അതിർത്തിയിൽ ഏത് രീതിയിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ പെരുമാറുന്നത്? മഞ്ജുഷ്, അഖ്നൂർ സെക്ടറിലാണ് ഇപ്പോൾ വെടിനിർത്തൽ കരാറിന്റെ ലംഘനം ആദ്യം വ്യക്തമായത്. പിന്നീട് രജൌറിയിലും മെന്ധാറിലും പുഞ്ച് ഏരിയയിലുമൊക്കെ വെടിനിർത്തൽ കരാറിന്റെ ലംഘനം നടക്കുന്നു എന്ന വിവരങ്ങൾ കൂടി പുറത്തുവരുന്നു. മൾട്ടിപ്പിൾ ലൊക്കേഷൻസിൽ സീസ് ഫയർ വയലേഷൻ എന്നാണ് ഇന്ത്യൻ ആർമിയിൽ നിന്ന് വ്യക്തമാകുന്നത്. അതിന് ശക്തമായി തിരിച്ചടിക്കാൻ തന്നെയാണ് സൈന്യം തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ ഇതുപോലുള്ള ആക്രമണങ്ങൾ ഉണ്ടായാൽ അത് ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇന്ത്യ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല, തീവ്രവാദ ആക്രമണങ്ങൾ ഉണ്ടായാൽ അത് ആക്ട് ഓഫ് വാറായി കണക്കാക്കും എന്നും പറഞ്ഞിരുന്നു. പക്ഷേ ഈ സമാധാന ശ്രമങ്ങൾ ഇത്രയും നടന്നിട്ടും ഇത് പാകിസ്ഥാൻ സൈന്യം അതിനോട് ക്രിയാത്മകമായി പ്രതികരിക്കുന്നില്ല എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഇന്ത്യൻ സേന ശക്തമായി തിരിച്ചടിക്കാൻ ആരംഭിച്ചിരിക്കുന്നു. മൾട്ടിപ്പിൾ വയലേഷൻസ് ഉണ്ടായി. അഖ്നൂറിൽ, മെന്ധാറിൽ തുടങ്ങിയ LOCക്ക് അപ്പുറത്ത് നിന്നാണ് ശക്തമായ ഈ ആക്രമണം ഉണ്ടാകുന്നത്. ഇത് സേനാ അംഗങ്ങൾ കൂടാതെ അവിടുത്തെ തീവ്രവാദ സംഘങ്ങളുടെ ഭാഗത്തു നിന്നാണോ എന്നുകൂടിയുള്ള സംശയങ്ങൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഏതായാലും ഡ്രോൺ ഷെല്ലിംഗ് എന്നിവയായിരുന്നു. ഇന്ന് ആ രീതിയിലുണ്ടോ? ഷെല്ലിംഗ് നടക്കുന്നുണ്ടോ? ഇപ്പോൾ ആദ്യമായി സ്മോൾ ആംസ് ഫയറിംഗ് എന്ന രീതിയിലാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. പക്ഷേ കൂടുതൽ വിവരങ്ങൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഈ സ്മോൾ ആംസ് ഫയറിംഗിന് അപ്പുറത്തേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണെങ്കിൽ അത് അതീവ ഗൗരവമായി തന്നെ എടുക്കേണ്ടി വരും. ആർട്ടിലറി ഫയറിംഗ് ഉണ്ടായാൽ പിന്നീട് അത് ശക്തമായ നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. ഏതായാലും ഇത് തടയാനുള്ള ശ്രമങ്ങൾ ഇന്ത്യ നടത്തുന്നു. പൂർണ്ണമായ വെടിനിർത്തലിലേക്ക് തീരുമാനമെടുത്ത് ഇന്ത്യൻ സേന പിൻവാങ്ങുന്ന ഘട്ടത്തിലാണ് ഈ ആക്രമണം ഉണ്ടായത്. ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയാത്ത ഒരു ആക്രമണം ഉണ്ടായി എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഇന്ത്യൻ സേന ശക്തമായി തിരിച്ചടിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. 3 സ്ഥലങ്ങളിലാണ്, പൂഞ്ചേരിയിലാണ് പ്രധാനമായി ഉള്ളത്. ഈ അഖ്നൂർ സെക്ടറിൽ ആണ് ഈ മറ്റൊരു സ്ഥലത്ത് ആക്രമണം ഉണ്ടാകുന്നത്. രജൌറിയിലാണ് ഈ LOC മറികടന്നുള്ള ശക്തമായ ഫയറിംഗ് ഉള്ളത്. അപ്പോൾ 3ഇടങ്ങളിലും അതീവമായി ശക്തമായ ഫയറിംഗ് നടക്കുന്നു. പൂഞ്ചിൽ, രജൌറിയിലും മെന്ധാറിലും നടക്കുന്നു. ജമ്മുവിൽ, അഖ്നൂറിൽ നടക്കുന്നു. അങ്ങനെ ഈ ജമ്മു കേന്ദ്രമാക്കിയും അതുപോലെ കശ്മീർ LOC കേന്ദ്രമാക്കിയും ശക്തമായ ഒരു ഫയറിംഗ് നടക്കുന്നു എന്ന വിവരമാണ് പുറത്തുവരുന്നത്. അത് തിരിച്ചടിക്കാൻ സൈന്യം സജ്ജമായി നിന്നു. കാരണം പാകിസ്ഥാൻ അത്ര പൂർണ്ണമായി വിശ്വാസത്തിലെടുക്കരുതെന്ന ഒരു പൊതു നിലപാട് നേരത്തെ ആ രീതിയിലുള്ള ചർച്ചകൾ വന്നിരുന്നു. പാകിസ്ഥാനാണ് ഇതിനു മുൻപും കരാറുകൾ ലംഘിക്കുന്നവരാണ് പാകിസ്ഥാൻ. അതുകൊണ്ട് തന്നെ അതിർത്തിയിൽ, അത് മാത്രമല്ല ഭീകരർ പോലും ഈ രീതിയിലുള്ള പ്രവൃത്തികൾ അവിടെ ചെയ്യുവാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും കരാർ ലംഘിച്ചിരിക്കുകയാണ്. പാകിസ്ഥാൻ തന്നെയാണ് ഇങ്ങോട്ട് വന്നത്. വെടിനിർത്തൽ നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇന്ത്യ അതിന് സമ്മതം മൂളുകയായിരുന്നു. ഭീകരവാദത്തെ ഇനി ഇന്ത്യയിലേക്ക് കടത്തിവിടാൻ ശ്രമിച്ചാൽ ശക്തമായി തന്നെ അതൊരു യുദ്ധമായി തന്നെ കണക്കാക്കുമെന്നുള്ള മുന്നറിയിപ്പും ഇന്ത്യ പാകിസ്ഥാന് നൽകിയതാണ്. ഇപ്പോൾ വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന, വെടിനിർത്തൽ സമ്മതിച്ച് അത് നിലവിൽ വന്നത് 5 മണിക്കാണ്. അതിനുശേഷം ഇപ്പോൾ 3 മണിക്കൂർ പിന്നിട്ടപ്പോഴാണ് അതിർത്തിയിൽ, കശ്മീർ അതിർത്തിയിൽ പല സ്ഥലങ്ങളിലും സുന്ദർബനിലും നൌഷേറയിലും വെടിവെപ്പ് നടക്കുന്നുവെന്നാണ് പാകിസ്ഥാൻ ഡ്രോണുകൾ സൗത്ത് കാശ്മീരിൽ കണ്ടെത്താൻ കഴിഞ്ഞു എന്ന് ജമ്മു കാശ്മീരിൽ നിന്ന് വിവരങ്ങൾ വരുന്നു. അപ്പോൾ സൈന്യം കൂടുതൽ സുശക്തമായി നിലയുറപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഈ സീസ് ഫയർ എന്നത്, വെടിനിർത്തൽ എന്ന കരാറിനെ അംഗീകരിക്കുന്നില്ല പാകിസ്ഥാൻ എന്ന വ്യക്തമായ സൂചനയാണ് ഇത് നൽകുന്നത്. ഇപ്പോൾ സുന്ദർബനിൽ നിന്നും നൌഷേറയിൽ നിന്നും ഈ സീസ് ഫയർ വയലേഷന്റെ വിവരങ്ങൾ വരുന്നു. പാകിസ്ഥാൻ ഡ്രോണുകൾ കണ്ടു എന്നത്. അപ്പോൾ ഇത് സൈന്യം തന്നെ നേരിട്ട് ദൃശ്യങ്ങൾ കാണാം. സുന്ദർബനിലെ ദൃശ്യങ്ങൾ കാണാം. പൂഞ്ചിലും ഇതേ അവസ്ഥ തന്നെയാണ്. ഡ്രോണുകൾ പോലും പാകിസ്ഥാൻ പറത്തുന്നുണ്ട് എന്നാണ്. കഴിഞ്ഞ 3 രാത്രികളിൽ എന്താണോ സംഭവിച്ചത് അതിലേക്ക് പാകിസ്ഥാൻ പോവുകയാണോ എന്നുള്ളതാണ്. വെടിനിർത്തൽ പാകിസ്ഥാൻ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതാണ്. ഇപ്പോൾ ഡ്രോണുകൾ, പാകിസ്ഥാനിൽ നിന്ന് ഡ്രോണുകൾ ഇന്ത്യയിലേക്ക് വീണ്ടും അയക്കുന്നു എന്നുള്ളതാണ്. ഇത് വളരെ ഗുരുതരമായ കാര്യമാണ്. ഇന്ത്യൻ സേന തിരിച്ചടിക്കുന്നുണ്ട്. പാകിസ്ഥാൻ ഇങ്ങോട്ട് വെടിനിർത്തലിന് സന്നദ്ധമായി വന്നതോടുകൂടി അതിർത്തിയിലുള്ള നിരീക്ഷണ സംവിധാനങ്ങൾ കുറച്ചിരുന്നു. എങ്കിൽ പോലും ഇപ്പോൾ പാകിസ്ഥാൻ
കരാർ ലംഘിക്കും എന്ന് തന്നെ ഇന്ത്യ കരുതിയതാണ്. അങ്ങനെ ഒരു ആശങ്ക ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ പൂർണ്ണമായിട്ടും പാകിസ്ഥാനെ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. അത് തന്നെ സംഭവിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അതിർത്തിയിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചിരിക്കുകയാണ്. മനു, ഇപ്പോൾ ഏതെല്ലാം സ്ഥലങ്ങളിലാണ്? സുന്ദർബനിലുമുണ്ട്, പൂഞ്ചിലുണ്ട്, അഖ്നൂറിലുണ്ട് അല്ലേ? 3 ഇടങ്ങളിൽ. സുന്ദർബനിലുണ്ട്, പൂഞ്ചിലുണ്ട്, അഖ്നൂറിലുണ്ട്. അതോടൊപ്പം തന്നെ LOCയുടെ പല കേന്ദ്രങ്ങളിൽ നിന്ന്, മൾട്ടിപ്പിൾ ലൊക്കേഷൻസിൽ നിന്ന് ഫയറിംഗ് ഉണ്ടാകുന്നതാണ്. മെന്ധറിൽ നിന്ന് ഫയറിംഗ് വരുന്നുവെന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. രജോറി, പൂഞ്ചിൻ്റെ രജോറി സെക്ടറാണ്. സ്വാഭാവികമായും അവിടെ നിന്നും ഈ മൾട്ടിപ്പിൾ സൈറ്റ്സിൽ നിന്ന് ഫയറിംഗ് ഉണ്ടാകുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. അപ്പോൾ യുദ്ധം അവസാനിച്ചു എന്ന് പ്രതീക്ഷിച്ച്, അല്ലെങ്കിൽ സംഘർഷം അവസാനിച്ചു എന്ന് കരുതിയെടുത്തേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല. നൌഷേറയിൽ ആണ് മറ്റൊരു പ്രധാന സ്ഥലം. അവിടെയും ഫയറിംഗ് നടക്കുന്നു. പാകിസ്ഥാൻ ഡ്രോൺ കണ്ടത് സൗത്ത് കശ്മീരിലാണ് എന്ന വിവരം ആണ് പുറത്തു വരുന്നത്. അപ്പം ഡ്രോൺ ആക്രമണമുണ്ട്, ക്രോസ് ഫയറിംഗ് ഉണ്ട്, ആർട്ടിലറി ഫയറിംഗ് കൂടി ഉണ്ട് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ആദ്യഘട്ടങ്ങളിൽ സ്മോൾ അമ്യൂഷൻസിൻ്റെ ഫയറിംഗ് ആയിരുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് ആർട്ടിലറി ഫയറിംഗും ഷെല്ലിങ്ങും ആണ് പിന്നീട് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ കൂടുതൽ സ്ഥലങ്ങളിലേക്ക്, സുന്ദർബൻ, അഖ്നൂർ, നൌഷേറ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഫയറിംഗ് നടക്കുന്നു. അങ്ങനെ മൾട്ടിപ്പിൾ സ്ഥലങ്ങളിൽ നിന്ന്, പലയിടങ്ങളിൽ നിന്ന്, മെന്ധാറിൽ ആണ് മറ്റൊരു സ്ഥലം, രജൌറി സ്വാഭാവികമായി പൂഞ്ചിൻ്റെ ഭാഗമാണ്. അവിടെ നിന്നെല്ലാം ഈ ഫയറിംഗ് നടക്കുന്നു എന്നാണ്. അപ്പോൾ ഇത് ഒരു ആശങ്കാജനകമായ സാഹചര്യമാണ്. ഇതുവരെയുള്ള സമാധാന ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടു എന്ന തരത്തിലേക്ക് വിലയിരുത്തൽ നടത്തേണ്ടി വരും. ഇതാണ് സംഭവം. പാകിസ്ഥാൻ വെടിനിർത്തൽ ലംഘനം നടത്തിയിരിക്കുകയാണ്. പാകിസ്ഥാൻ വെടിനിർത്തൽ ലംഘനം നടത്തിയിരിക്കുന്നത് ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ആ ദൃശ്യങ്ങൾ ഒന്നുകൂടെ കാണാം. ആ ദൃശ്യങ്ങൾ പാകിസ്ഥാൻ വീണ്ടും അറ്റാക്ക് തുടങ്ങിയിരിക്കുന്നു, ആക്രമണം തുടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എക്സിൽ പലരും ഇപ്പോൾ ട്വീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൃശ്യങ്ങൾ ഇപ്പോൾ വരുന്നത് കശ്മീരിലെ പല സ്ഥലങ്ങളിൽ നിന്നുള്ളതാണ്. അതിർത്തിയിൽ പലയിടങ്ങളിലും പാകിസ്ഥാൻ ഇപ്പോഴും വെടിനിർത്തൽ ലംഘിച്ചിരിക്കുകയാണ്. 8:30 മണിയോടുകൂടിയാണ് പാകിസ്ഥാൻ ഇങ്ങനെ വെടിനിർത്തൽ ലംഘിച്ചിരിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളും വരുന്നുണ്ട്. ഡ്രോണും പറത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. മനു, അത് ഗുരുതരമാണല്ലോ. ഇന്നലത്തെ പോലെ തന്നെ ഡ്രോൺ അറ്റാക്കിനാണല്ലോ പാകിസ്ഥാൻ മുതിരുന്നത്. അത് കൃത്യമായ ഒരു സൈനിക ഇടപെടൽ ആണ് എന്ന് വ്യക്തമാവുകയാണ്. കാരണം ആദ്യഘട്ടങ്ങളിൽ ഈ ഫയറിംഗ് ആരംഭിച്ചപ്പോൾ പാകിസ്ഥാൻ ആർമിക്ക് അപ്പുറത്തേക്ക് അവിടെയുള്ള തീവ്രവാദ സംഘങ്ങൾ അങ്ങനെയുള്ളവർ കേന്ദ്രങ്ങളിൽ നിന്ന് ഒക്കെ ആയിരിക്കുമെന്ന പ്രതീക്ഷ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കണക്കുകൂട്ടൽ ആദ്യമുണ്ടായി. പക്ഷേ ആ സ്മോൾ ആംസിനപ്പുറത്തേക്ക് ആർട്ടിലറി ഫയറിംഗ് ആരംഭിച്ചിരിക്കുന്നു, ഷെല്ലിംഗ് വരുന്നു, ഡ്രോൺ ആക്രമണം വരുന്നു. രണ്ട് കാര്യങ്ങളിൽ മനസ്സിലാക്കേണ്ടത്, ഒന്ന് സർക്കാരും സൈന്യവും 2 തലത്തിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ സൈന്യത്തിനകത്ത് വിള്ളലുണ്ട് എന്നതിൻ്റെ സൂചനയാകണം. ഏതായാലും ഈ സീസ് ഫയർ വയലേഷൻ എന്ന് പറയുകയും രാത്രിയുടെ മറവിൽ മറ്റൊരാക്രമണത്തിന് പദ്ധതിയിടുകയും ചെയ്തെങ്കിൽ അത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ വിളിച്ചു വരുത്തേണ്ട ഒരു നടപടിയായി തന്നെ കാണും എന്നാണ് കരുതുന്നത്. പക്ഷേ ഇവിടെ രാജ്യം തയ്യാറെടുത്ത് നിന്നിരുന്നു. പൂർണ്ണമായും പാകിസ്ഥാനെ വിശ്വസിച്ച് പിൻവാങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ആദ്യ മിനിറ്റിൽ തന്നെ തിരിച്ചടി നടക്കുന്നു എന്ന വിവരമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സുന്ദർബനിൽ, അഖ്നൂറിൽ, നൌഷേറയിൽ, സൗത്ത് കശ്മീരിൽ എല്ലായിടത്തും പ്രത്യാക്രമണം നടക്കുന്നു എന്ന വിവരമാണ്. ഡ്രോൺ വെടിവെച്ച് വീഴ്ത്താനുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്ന വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. ശരി, ഇതാണ് ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ. പാകിസ്ഥാൻ വെടിനിർത്തൽ ലംഘിച്ച് കശ്മീരിന്റെ പല ഭാഗങ്ങളിലും ഇന്ത്യൻ സൈനിക പോസ്റ്റുകൾക്ക് നേരെ വെടിയുതിർക്കുന്നുണ്ട്. അതും കാണാം, അതിന്റെ ശബ്ദവും വ്യക്തമാണ്. ഡ്രോൺ പറത്തുന്നുണ്ട് എന്നുള്ളതുമാണ്. വെടിനിർത്തൽ ലംഘിക്കും പാകിസ്ഥാൻ എന്നുള്ള ഒരു ആശങ്കയുണ്ടായിരുന്നു. പാകിസ്ഥാൻ ഇങ്ങോട്ട് സമീപിച്ചതാണ്. എങ്കിൽ പോലും പാകിസ്ഥാന്റെ പഴയകാല ചരിത്രം വെച്ച് പാകിസ്ഥാൻ കരാറുകളിൽ നിന്ന് പിന്നോക്കം പോകുന്ന രാജ്യമാണ്. പക്ഷേ അതോടൊപ്പം തന്നെ സൈന്യമാണ് തീരുമാനമെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാർ എടുത്തിരിക്കുന്ന തീരുമാനം സൈന്യത്തിന് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകാം. സൈന്യത്തിൽ തന്നെ വിള്ളലുണ്ടാകാം. അങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. എന്തായാലും അതിർത്തിയിൽ ഇന്ത്യൻ സൈനിക പോസ്റ്റുകൾക്ക് നേരെ വെടിയുതിർക്കുന്നുണ്ട്. സൈന്യം സജ്ജമാണ്, തിരിച്ചടിക്കുന്നുണ്ട് ഇന്ത്യൻ സൈന്യം. ഇതാണിപ്പോൾ കാണുന്നത്. അങ്ങനെ സമാധാനത്തിലേക്ക് പോകുന്നു എന്ന് തോന്നിച്ച സാഹചര്യത്തിൽ നിന്നാണ് ഇപ്പോൾ പാകിസ്ഥാൻ തന്നെ
ഇന്ത്യക്ക് നേരെ വീണ്ടും ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിർത്തിയിൽ പാകിസ്ഥാന്റെ പ്രകോപനം വീണ്ടും ഉണ്ടാവുകയാണ്. ആർഎസ് പുരയിലും ഇതേ സംഭവം നടക്കുന്നുണ്ട്.